വീണ്ടും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നു സെക്കൻഡ് ടൈം. ആസ് യൂഷ്വൽ നമ്മൾ ഫോറം മാളിക്ക് തന്നെയാണ് കേട്ടോ ഇന്നും പോണത്. കാരണം അതാണ് എനിക്ക് അടുത്ത്. അപ്പോൾ ഒരു ഊബർ വിളിച്ചാൽ എനിക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ഇനി ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 1/4 മണിക്കൂർ മുന്നേ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ നേരെ പോയിട്ട് അവിടെ ഇരിക്കണ ഒരു ഏരിയയില്ല, അവിടെ പോയി ഇരുന്ന് ആലോചിക്കും ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യുക, എങ്ങനെ ഇനി സമയം കളയാന്ന്. അതാണ് ഇപ്പം എൻ്റെ ഒരു ശീലം കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് H&M വേണ്ടത്. ചുമ്മാ ഒന്ന് കയറി സാധനങ്ങളൊക്കെ നോക്കി നിന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ദേ സമയം പോയി. 10:25 ഷോക്ക് ഞാൻ അവിടെ നിന്ന് H&M ഇറങ്ങുന്നത് 10:25. പിന്നെ ഒരു ഓട്ടമായിരുന്നു. ഓടി വേഗം എത്തി നോക്കുമ്പോൾ 10:40 ആയിട്ടാണ് കേട്ടോ നമ്മുടെ പടം തുടങ്ങണേ. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇതുവരെ കിട്ടിയ ഒരു എക്സ്പീരിയൻസ്, അതായത് തിയേറ്റർ എക്സ്പീരിയൻസിൽ ഇന്നത്തെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഞാൻ 4DXലൊക്കെ പോയി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ അടിപൊളിയായിരുന്നു. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മളൊരു ടീമായിട്ടല്ലേ പോവുക. അപ്പോൾ നമുക്ക് എവിടെ അത്രയും ടീമിന് ഇരിക്കാൻ പറയുന്നത് എവിടെ സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കുക, ടിക്കറ്റ് ബുക്ക് ചെയ്യുക. പിന്നെ ഈ ഹൈറ്റ് ഇഷ്യൂ കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാവാറുണ്ട്. ഐ മീൻ സീറ്റ് ജസ്റ്റ് ഇത്തിരി ഇങ്ങനെ പൊന്തി നിൽക്കണ പോലെ തോന്നും. പക്ഷെ ഇന്ന് കയറിയത് അടിപൊളി തിയേറ്റർ ആയിരുന്നു. കറക്റ്റ് സീറ്റിങ്ങും അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കാത്തിരുന്ന് പേര് എഴുതി വരുന്നത് കഷ്ടപ്പെട്ടെടുക്കുന്ന ടീമില്ലേ, ഞാൻ ആ ടീമിൽ വന്ന ആളാണ് കേട്ടോ. പിന്നെ മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഇവർ പഴയ കാലത്തിലായിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ട് ഈ പടത്തിന്. അത് ശരിക്കും ഇമ്പ്രസീവായിരുന്നു. എനിക്ക് ശരിക്കും അത് എങ്ങനെയാണ് അത്രയും നന്നായിട്ട് അവരത് ചെയ്തതെന്ന് ഓരോ ഭാഗം അവരിങ്ങനെ കണക്ട് ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കും അതെങ്ങനെ അത്ര അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്ന്. അതായിരുന്നു ഏറ്റവും ഇമ്പ്രസീവായിട്ടുള്ള പാർട്ട് എന്നെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ആസ് യൂഷ്വൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ എന്ത് കഴിക്കും എന്ന് വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഷെഫ് പിള്ളയുടെ അവിടെ നിന്ന്, അതായത് ഞാൻ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അവിടെ നിന്ന് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പിന്നെ തോന്നി വിഷ്ണു ചേട്ടൻ വന്നിട്ട് ഒരുമിച്ച് പോവാമെന്ന് വിചാരിച്ചു. ഞാൻ അവിടെ പെൻഡിങ്ങിൽ വെച്ചു. നേരെ വന്ന് നമ്മുടെ സ്ഥിരം ഫുഡ് കോർട്ടിൽ വന്ന് ഫുഡൊക്കെ എടുത്ത്, അതായത് മോമോസാണ് ഞാൻ കഴിച്ചത്. ഒരു കോംബോ ആയിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. ചിക്കൻ ഡാർജിലിംഗ് ചില്ലി മോമോയും പിന്നെ നമ്മുടെ ഡിസേർട്ട് ടൈപ്പിൽ ഒരു ചോക്ലേറ്റ് ഡിപ്പിംഗ് ഒക്കെ ആയിട്ടുള്ള മോമോയും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ വാങ്ങിയത്. ആ ചോക്ലേറ്റിൻ്റെ മോമോസ് എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച് നോക്കിയപ്പോൾ ആദ്യം തോന്നി ഈ കൊള്ളില്ലേ, പിന്നെ തോന്നി കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫുള്ളി കവേർഡായിട്ട് നല്ല രീതിക്ക് നല്ല മധുരമുള്ള ചോക്ലേറ്റാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളിലും മധുരമായിട്ട് ആകതാവോ എന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഉള്ളിൽ അവരൊരു സംതിങ്, എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ പേരെന്താന്ന്, ഒരു കേക്ക് ലൈക്ക് ഒരു സംഭവമാണ് കൊടുത്തുള്ളത്. അതിനാണെങ്കിൽ ഒട്ടും മധുരമില്ല. അപ്പോൾ ഫ്രണ്ടിൽ മധുരം ഉള്ളിൽ മധുരം ഇല്ലാണ്ടാകുമ്പോൾ നല്ല ഒരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റായിട്ട്. പിന്നെ നമ്മൾ വീണ്ടും H&Mൽ കയറി ഒരു 2 ടോപ്പൊക്കെ എടുത്ത് അങ്ങനെ ഇറങ്ങി. പിന്നെ പുതിയ ഡ്രസ്സ് കിട്ടിയ ഒരു ഡാൻസ് നിർബന്ധമാണല്ലോ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ നമ്മുടെ വെരി നൈസ് സോളോ ഡേ 2 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.